ാണ് പ്രാഥമിക ദ്വിതീയ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളുമായി മുഹമ്മദ് ഹാത്തിഫ് ചേരുന്നു. ഹാത്തിഫ്, ഇത്രയധികം ദിവസങ്ങൾ ഈ നിപ ആശങ്ക നീണ്ടു നിന്നിട്ടില്ല മുമ്പ്. പക്ഷേ ഇപ്പോഴും ആശങ്കയും ജാഗ്രതയും ഒക്കെ തുടരുകയാണ്. അതെ അബ്ജദ്, എന്തായാലും ഈ പാലക്കാട് ജില്ലയിൽ 3 പേർക്കാണ് നിപ സ്ഥിരീകരിച്ചത്. ഇതിൽ 57-കാരന്റെ മകൻ 32-കാരനാണ് ഇന്നലെ ഈ നിപ സ്ഥിരീകരിച്ച ഒരു വിവരം ലഭിക്കുന്നത്. പ്രാഥമികമായ പരിശോധനയിലാണ് ഈ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനായി സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 32-കാരനെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിരിക്കുകയാണ്. നിലവിൽ കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 51 പേരാണ് പ്രാഥമിക ദ്വിതീയ സമ്പർക്ക പട്ടികയിൽ കൂടുതലായി, അതായത് പുതുതായി വന്നത്. ഇതോടുകൂടി തന്നെ ജില്ലയിൽ 385 പേരാണ് ഈ സമ്പർക്ക പട്ടികയിലേക്ക് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായ കണക്കാണിത്. കൂടുതൽ പേർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നിലവിൽ ഈ 32-കാരന്റെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ്. ഇന്നലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ 57-കാരന്റെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെ തന്നെയാണ് 51 പേർ കൂടി ഈ സമ്പർക്ക പട്ടികയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നത്. നിലവിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസൊലേഷൻ വാർഡിൽ 7 പേരാണ് കഴിയുന്നത്. കൂടുതൽ ഈ നിലവിൽ ഈ 32-കാരൻ രോഗം സ്ഥിരീകരിച്ച 32-കാരന് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ആരോഗ്യ വകുപ്പും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിരീക്ഷണത്തിനായി തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ നേരത്തെ തന്നെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ കൂടുതൽ പേരൊന്നും ഈ സമ്പർക്ക പട്ടികയിലേക്ക് വരില്ല എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ. ശരി, മുഹമ്മദ് ഹാത്തിഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാട്ടിൽ വിട്ടുവിട്ട് കൃത്യമായ ഇടവേളകളിൽ നിപ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. അത് സംബന്ധിച്ചൊരു കൃത്യവും സമഗ്രവുമായ സമീപനവും ഇടപെടലും നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ